എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വീട്ടിലെ പച്ചക്കറി തോട്ടം എന്നാണ്. പച്ചക്കറി തോട്ടം എന്ന് പറയാനൊന്നുമില്ല, അത്ര പച്ചക്കറിയൊന്നുമില്ല, കുറച്ച് പച്ചക്കറികൾ മാത്രമേ ഉള്ളൂ. ഈ ഫസ്റ്റ് കാണുന്നത് നമുക്ക് വെണ്ടയിൽ നിന്ന് തന്നെ തുടങ്ങാം. വെണ്ടേൻ്റെ രണ്ട് വെറൈറ്റി ഐറ്റംസാണ് ഉള്ളത്. ഒന്ന് ആനക്കൊമ്പൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെണ്ട, ഒരു റെഡ് കളറിലുള്ളൊരു വെണ്ടയുണ്ട്. അത് ഞാൻ പതിയെ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ കണ്ടത് വെണ്ടയ്ക്കയാണ്. കുറേ വെണ്ടയ്ക്കൊക്കെ നമ്മൾ ഉപയോഗിച്ചു, കറിക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇപ്പോൾ മിച്ചമുള്ളത് വെച്ചിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ കാണിച്ചത് വെള്ളരിയാണ്. അതിൻ്റെ വിത്ത് പാകിയിട്ട് ഇപ്പോൾ കുറച്ച് ഒന്ന് പാകത്തിനേ ആയിട്ടുള്ളൂ. അത് വെള്ളരി ആയ ശേഷം ഞാൻ വീണ്ടും അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിടാം. പിന്നെ ഇത് കക്കിരിക്കയാണ്. കക്കിരിക്ക ഒരു 3-4 പ്രാവശ്യം നമ്മളത് കറിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ മിച്ചമുള്ള വെച്ചിട്ടാണ് കാണിക്കുന്നത്. കുറേ ഉപയോഗിച്ചു നമ്മൾ. അപ്പോൾ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു ഇതിൽ ഞാൻ എടുത്ത വീഡിയോ ആണ്. ഇത് പച്ചമുളകാണ്, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പച്ചമുളകൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ അതിൻ്റെ അകത്ത് പറിച്ച് ബാലൻസ് വെച്ചിട്ടുള്ളതാണ്. കാരണം അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, നല്ലവണ്ണം ഉണ്ടായിരുന്നു. അന്നേരമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വെച്ചിട്ട് എടുക്കുന്നൊരു വീഡിയോ ആണ്. പെട്ടെന്ന് തോന്നിയൊരു ഇതിന് എടുക്കുന്നതാണ്. പച്ചമുളക്, തക്കാളിയൊക്കെ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തക്കാളി 1-2 തക്കാളി മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. അത് ഒരു പച്ച കളറിലായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. തക്കാളിയൊക്കെ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എടുത്തില്ല. ഇതാ ഇനിയിപ്പോൾ ഉള്ള തക്കാളി ഈ 2 തക്കാളിയാണ് ഇപ്പോൾ അതിൻ്റെ അകത്ത് കാണുന്നത്. ഒന്ന് കുറച്ച് വലുതും പിന്നെ ഒരു ചെറുതും. അതിന് കുറച്ചും കൂടി വലുതായി റെഡ് കളറായ ശേഷമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതൊക്കെ ഉണങ്ങി ഒരു പരിവായി, കാരണം കുറേ ആയി നമ്മൾ നട്ടിട്ട്. തക്കാളിൻ്റെ നമ്മൾ വിത്ത് പാകിയിട്ടല്ല, അതിൻ്റെ ചെടി തന്നെ, അതായത് തൈ തന്നെ നമ്മൾ വാങ്ങിയതാണ്. ഇത് മത്തൻ്റെയാണ്. മത്തൻ ഇതുവരെ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. നല്ല നീളത്തിൽ അതിൻ്റെ വള്ളി പോകുന്നു എന്നല്ലാതെ ഇതുവരെ മത്തൻ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കൂടുതൽ ഇവിടെ ഉള്ളത് മത്തനാണ്. അടുത്തത് ഞാനിനി അവര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തോരൻ വയ്ക്കാൻ പറ്റിയ ഒരു പച്ചക്കറിയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഒരിക്കൽ തോരൻ വയ്ക്കേണ്ടത് മാത്രം ഇപ്പോൾ അവിടെ ആയിട്ടുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം അത് ഉപയോഗിച്ചു, ബാക്കിയുള്ള ബാലൻസാണ് ഇപ്പോൾ ഉള്ളത്. നല്ല ടേസ്റ്റാണ് ഇത് തോരൻ വെച്ച് കഴിഞ്ഞാൽ. നിങ്ങളൊക്കെ വീട്ടിൽ പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല ജൈവവളമൊക്കെ ഇട്ട ശേഷം അത് പച്ചക്കറിയൊക്കെ ആയി അതിങ്ങനെ ഓരോ ദിവസവും നമ്മളത് പോയി നോക്കി വളർന്നതൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് കാണാൻ. ഇത് പയറ്റും വാള്, നമ്മൾ പയറെന്ന് പറയും. ഇത് നല്ല ലെങ്ത്തായിട്ടുള്ള ഇതാണ്. നമ്മുടെ നാടൻ പയറ്റും വാള് എന്ന് പറയാൻ നല്ല ലെങ്ത്തായിട്ടാണ്. ഇതൊരു 3-4 ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു പ്രാവശ്യം തോരൻ വയ്ക്കാൻ പറ്റും. നമ്മുടെ കണ്ണൂർ സ്റ്റൈലിൽ നമ്മൾ വറവ് എന്നാണ് പറയുന്നത്. പയറ്റും വാൾ വറവ് എന്നൊക്കെ പറയും. ഞാൻ തോരൻ എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതിൽ ബാലൻസ് ആയിട്ട് ഇപ്പോൾ ഒരു പയറ്റുമ്പാളേ ഉള്ളൂ ഭാഗ്യത്തിന്. അതുകൊണ്ട് അതിൻ്റെ ലെങ്ത്ത് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെണ്ടയ്ക്കയുടെ മറ്റൊരു രൂപമായ ആനക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു വെണ്ട. റെഡ് കളറിലാണ് ഇതുള്ളത്. ഇതിന് ആനക്കൊമ്പൻ എന്നാണ്. നമ്മൾ ഇതിൻ്റെ തൈയാണ് വാങ്ങിയത്, അതിൻ്റെ വിത്ത് ഇട്ടതല്ല. അപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ പേര് ആനക്കൊമ്പൻ എന്നാണ്. ഇതൊക്കെ നമ്മുടെ സാധാരണ വെണ്ടയ്ക്ക തന്നെയാണ്. വെണ്ടേൻ്റെ നമ്മൾ അതിൻ്റെ വിത്തും പാകിയിട്ടുണ്ടായിരുന്നു, അതായത് ചെടിയും 2 ടൈപ്പിലും ഉണ്ടായിരുന്നു. വെണ്ടയ്ക്കയായിരുന്നു നമുക്ക് കൂടുതലും കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു പ്രധാന വെറൈറ്റി ആയിട്ടുള്ളത് ആനക്കൊമ്പൻ വെണ്ടയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു വെണ്ടയ്ക്ക ഉണ്ടായിരുന്നുള്ളൂ, കുറേ ഉണ്ടെങ്കിൽ കാണിക്കായിരുന്നു. ഇതിപ്പോൾ ഞാൻ കുറച്ച് വെയിലുള്ള ടൈമിലാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് അത്ര ക്ലിയർ അല്ലാത്തത്. പെട്ടെന്ന് തോന്നിയപ്പോൾ എടുത്തതാണ്, അല്ലെ പിന്നീട് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മടി വരും, അതുകൊണ്ടാണ് എടുത്തത്. പിന്നെ ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ച കക്കിരിക്കയുടെ വിവാദത്തിൽ അതിൻ്റെ ഒരു ചെറിയത് അത്ര ഇനി കുറച്ചും കൂടി വലുതാവാനുണ്ട്. ഈ പച്ച കക്കരിക്ക വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. നമ്മൾ സാലഡിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. സാലഡിന് ഉപയോഗിക്കും, അവിയലിൽ ഒക്കെ ഇടുമെങ്കിലും നമുക്കിത് പച്ചയ്ക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നില്ല. കടയിൽ നിന്ന് വാങ്ങുന്നതാകുമ്പോൾ ഉള്ള വിഷമൊക്കെ അടിച്ചതുള്ളൂ. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാകുമ്പോൾ നല്ലവണ്ണം നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. വേറെ ഒരു കക്കിരിക്ക, ഒരു വലിയ കക്കിരിക്ക ഉണ്ടായിരുന്നു, പക്ഷെങ്കിൽ അത് പഴുത്തുപോയി. അതുകൊണ്ട് നമ്മളത് വിത്തിന് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല പച്ചയാണ്. നാളെയോ മറ്റന്നാളോ എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റിയ പാകത്തിനുള്ളതാണ്. ഇത് മത്തങ്ങയുടെയാണ്. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതിൻ്റെ അകത്തും മത്തങ്ങ ഇതുവരെ ഉണ്ടായിട്ടില്ല. വള്ളി നല്ല നീണ്ടു പോകുന്നു എന്നല്ലാതെ അതിൻ്റെ അകത്ത് ഉണ്ടായില്ല. അടുത്ത് തന്നെ മത്തങ്ങ ഉണ്ടാവും. മത്തങ്ങ ഉണ്ടായ ശേഷം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇടും.
കൂടുതലും മത്തങ്ങയാണ്. നിങ്ങൾ എത്ര പേർക്ക് മത്തങ്ങ വെച്ചിട്ടുള്ള പിന്നെ നമ്മുടെ കടലയൊക്കെ ഇഷ്ടമാണ്. ചില മത്തങ്ങ എലിശ്ശേരി അതുപോലെയായിട്ടും വളരെ ഇഷ്ടമാണ്. ചില അമ്പലങ്ങളിലൊക്കെ നമ്മൾ സപ്താഹങ്ങളിലൊക്കെ അങ്ങനെ ഇട്ടിട്ട് നമ്മുടെ കാണാറുണ്ട്. മമ്പയറിൻ്റെ കൂടെയൊക്കെ മത്തങ്ങ ഇട്ടിട്ട് വയ്ക്കും. പിന്നെ മത്തങ്ങ ഇതുവരെയായിട്ടും ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടാകുമ്പോൾ കാണിക്കാം. പിന്നെ കുറേ ചീരയൊക്കെ ഉണ്ടായിരുന്നു. ചീരയൊക്കെ നമ്മുടെ ചാക്കിലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ജസ്റ്റ് ചാക്കിൽ അതിൻ്റെ വിത്ത് പാകിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പച്ചക്കറിയൊക്കെ നടുന്ന സ്ഥലം. ഇത് കുറച്ച് ദൂരത്ത് നിന്ന് എടുക്കുന്നതാണ്. നല്ല വെയിലായതുകൊണ്ട് എടുത്തതാണ്. അപ്പോൾ ചീരയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇത് അവിടെ കാണുന്ന റെഡ് കളറിലുള്ള ചീരയൊക്കെ ഉപയോഗിച്ച് ബാലൻസ് വന്നതാണ്. ചീര ഉള്ളപ്പോൾ എടുത്തിയാലും കുറേ ഉണ്ടാവുമായിരുന്നു, പക്ഷേ എടുത്തില്ല. ഇവിടെയാണ് പച്ചക്കറി നടുന്നത്. ഇനി ഞാൻ ചാക്കിൽ കുറച്ച് നട്ടത് ഇത് തക്കാളിയുടെ തൈയാണ്. ചാക്കിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് മണ്ണ് നിറച്ച് നമ്മൾ പാകിയ ഇത് ചീരയുടെ വിത്ത് പാകിയതാണ്. ഇനി ഇത് കുറച്ച് വലുതായി കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു വലിയൊരു ആക്കിയ ശേഷം അവിടെ നമ്മൾ മാറ്റി നടുന്നതാണ്. അല്ല ഇതിൻ്റെ അകത്ത് തന്നെ നടണമെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ നടാം. നമുക്ക് അധികം സ്ഥലമൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ചാക്കിൽ കുറച്ച് മണ്ണ് നിറച്ച ശേഷം ഇതൊക്കെ തക്കാളിയുടെ വിത്ത് പാകിയതാണ്. അതൊന്നും മുളച്ച് വന്നില്ല. അപ്പോൾ ഇത്രയുള്ള വീട്ടിലെ പച്ചക്കറികൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.